പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ ആമീൻ. പെട്രോ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ ഇട്ടൂപ്പ് ആലുക്കൽ കോർ എപ്പിസ്കോപ്പ്. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പറയാൻ ഉദ്ദേശിക്കുന്നത് സഭാതർക്ക പരിഹാരത്തിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇടപെടുന്നതിനെ പറ്റി. തിരുവനന്തപുരത്ത് വെച്ച് വിമതനായ കുര്യാക്കോസ് മാർ തിയോഫിലോസ് തിരുമേനിയുടെ സ്ഥാനാരോഹണ ശുശ്രൂഷയോടനുബന്ധിച്ച് നടന്ന അനുമോദന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്രകാരം പ്രഖ്യാപിക്കുകയുണ്ടായി. യാക്കോബായ ഓർത്തഡോക്സ് സഭയുടെ തർക്കപരിഹാരത്തിന് താൻ പരമാവധി ശ്രമിക്കുമെന്നും രണ്ടു കൂട്ടരുടെയും അഭിമാനം സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കേണ്ടത് ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോൾ തന്നെ ശ്രേഷ്ഠ കാതോലിക്ക ബാവ ആബോന്മാർ ബസേലിയോസ് ജോസഫ് ബാവ തിരുമനസ്സുകൊണ്ട് അതിന് സ്വാഗതം ചെയ്യുകയും ചെയ്യും. ആ തരുണത്തിൽ മലങ്കര കത്തോലിക്ക സഭയുടെ അഭിവന്ദനായ മോർ ക്ലീമീസ് കർദിനാൾ തിരുവേരിയും അവിടെ സന്നിഹിതനായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെടുന്നത് വളരെ ഔചിത്യപരമായ ഒരു കാര്യമാണ്, അല്ലെങ്കിൽ സന്തോഷകരമായ കാര്യമാണ് എന്ന അർത്ഥത്തിൽ അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. ഈ സമാധാനം ഉണ്ടാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ ഏത് അനുരഞ്ജന സമ്മേളനത്തിലും IOC വിഭാഗം പറയുന്നത് 95-ലെയും 2017-ലെയും സുപ്രീം കോടതി വിധിയാണ്. അത് മാത്രം പോരല്ലോ, 2026 മാർച്ച് 24 സുപ്രീം കോടതിയുടേതായി ഹൈക്കോടതി അതിൻ്റെ ഡിവിഷൻ ബെഞ്ച് ഒരു വിധി പ്രസ്താവിച്ചിട്ടുണ്ട്. അതും പരിഗണിക്കപ്പെടണം. പലപ്പോഴും അവരത് സൂചിപ്പിക്കില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. പിന്നെ അനുരഞ്ജന ശ്രമങ്ങൾക്ക് അല്ലെങ്കിൽ സമവായ ചർച്ചയ്ക്ക് വിഘാതമായി വരുന്ന പല കാര്യങ്ങളുമുണ്ട്. 2-3 ഞാൻ സൂചിപ്പിക്കാവുന്ന മാത്രമേ ഉള്ളൂ, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. IOCയുടെ 34-ലെ ഭരണഘടനയിൽ പറയുന്ന ചില ഭാഗങ്ങൾ ഞാനിവിടെ കോട്ട് ചെയ്യുകയാണ്. ആ സഭയുടെ ഭരണഘടനയിലെ പ്രഖ്യാപനങ്ങൾ എന്ന ഭാഗത്തിൽ ഒന്നാമതായിട്ട് പറയുന്നത്, മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു വിഭാഗവും ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ അന്ത്യോക്യ പാത്രിയർക്കീസ് ബാവയും ആകുന്നു എന്നാണ്, അല്ലെങ്കിൽ അന്ത്യോക്യ പാത്രിയർക്കീസും ആകുന്നു. ഇവിടെ ഓർത്തഡോക്സ് സുറിയാനി സഭ എന്നൊരു സഭയില്ല, ആദ്യകാലം മുതലും ഇല്ല, 34-ലും ഇല്ല. പിന്നെ അവർ 1912 ഒരു സ്വതന്ത്ര സഭയായിട്ട് മാറ്റിയതാണ്. അതുകൊട്ടെ, നമ്മൾ അംഗീകരിക്കാൻ ധരിക്കണം. ആ സഭ ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു വിഭാഗമാണെന്ന് പറയും. ഭാഗമല്ല, വിഭാഗം. ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് സിറിയക്ക് ഓർത്തഡോക്സ് സഭയുടെ ഒരു ഭാഗമാണ് മലങ്കര സിറിയക്ക് ഓർത്തഡോക്സ് സഭ എന്നാണ്. അതുപോട്ടെ, നമ്മളിപ്പോൾ ഇതിനെ പറ്റിയാണല്ലോ ചർച്ച ചെയ്യുന്നത്. ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഒരു വിഭാഗമാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ എന്ന് പറയുമ്പോൾ ഇടയനാലച്ചൻ വിവരിക്കുന്ന പോലെ വിവരിക്കാൻ എനിക്കറിയില്ല. അദ്ദേഹം പറയുന്നത് സ്കൂളിൽ 7ാം ക്ലാസ്സിൽ
2 ഡിവിഷനുണ്ട്, എ ഡിവിഷനും ബി ഡിവിഷനും. എ ഡിവിഷനിൽ ഒരു ക്ലാസ് ടീച്ചറുണ്ട്, ബി ഡിവിഷനിൽ ഒരു ക്ലാസ് ടീച്ചറുണ്ട്. എ ഡിവിഷനിലെ ക്ലാസ് ടീച്ചർ പാത്രിയർക്കീസും ബി ഡിവിഷനിലെ ക്ലാസ് ടീച്ചർ കാതോലിക്കയുമാണ്. അപ്പം എ ഡിവിഷനിലെ പാത്രിയർക്കീസിന് ബി ഡിവിഷനിലെ കാതോലിക്കയായിട്ടൊരു ബന്ധമില്ല. അതുപോലെ തന്നെ ബി ഡിവിഷനിലെ കാതോലിക്കയ്ക്ക് എ ഡിവിഷനിലെ പാത്രിയർക്കീസുമായിട്ട് യാതൊരു ബന്ധമില്ല അദ്ദേഹം പറയുന്നത്. അതെങ്ങനെയാണ് ശരിയാവിടെ ചോദിക്കും. എ ഡിവിഷനിൽ ഒരു ക്ലാസ് ടീച്ചറുണ്ട്, ബി ഡിവിഷനിൽ ഒരു ക്ലാസ് ടീച്ചറുണ്ട്. ആ ക്ലാസ് ടീച്ചർക്ക് എ ഡിവിഷനിലെ ക്ലാസ് ടീച്ചർക്ക് ബി ഡിവിഷനുമായിട്ടോ ബി ഡിവിഷനിലെ ക്ലാസ് ടീച്ചർക്ക് എ ഡിവിഷനുമായിട്ടോ യാതൊരു ബന്ധമില്ല. അതൊക്കെ ശരിയാണ്. പക്ഷെ ഒന്നാച്ച് മനസ്സിലാക്കണം, ഈ 2 ഡിവിഷനിലെയും മേലാവായി അധികാരമുള്ള ഒരു ഹെഡ് മാസ്റ്റർ ഉണ്ട്. അതാണ് പാത്രിയർക്കീസ്. അതാണ് അതിൻ്റെ ശരിയായി വരണം. അപ്പോൾ അവിടെ തന്നെ ഒരു അല്പം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഇനി 2ാമത്തെ ക്ലോസിലേക്ക് കിടക്കാം. മലങ്കര ഓർത്തഡോക്സ് സഭ തോമാസ് ശ്ലീഹായിൽ സ്ഥാപിക്കപ്പെട്ടതും പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയിൽ ഉൾപ്പെട്ടതും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ കാതോലിക്കയുമാകുന്നു എന്നാണ്. ഞാനൊന്നുകൂടെ നമുക്കത് നോക്കാം. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ തോമാസ് ശ്ലീഹായിൽ സ്ഥാപിക്കപ്പെട്ടതാണ്. അല്ല, തോമാസ് ശ്ലീഹ AD 52 വന്നു, സുവിശേഷം അറിയിച്ചു, ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ക്രിസ്ത്യാനികളുടെ, അല്ലെങ്കിൽ ക്രിസ്തുമതം ഇവിടെ പ്രചരിപ്പിച്ചു. പക്ഷെ സഭ സ്ഥാപിച്ചു എന്ന് പറയാൻ പറ്റില്ല. കാരണം തോമാസ് ശ്ലീഹ ഒരു മെത്രാനെ വായിച്ചിട്ടില്ല. ഒരു സഭ സ്ഥാപിക്കണമെങ്കിൽ ഒരു മെത്രാൻ വേണമല്ലോ. മെത്രാനെ വായിച്ചിട്ടില്ല. മലങ്കരയിൽ നിന്നല്ല ഒരു സ്ഥലത്തും അദ്ദേഹം മെത്രാനെ വായിച്ചിട്ടില്ല. അപ്പം മലങ്കര സഭ തോമാസ് ശ്ലീഹായിൽ സ്ഥാപിക്കപ്പെട്ടത് എന്നുള്ളത് ശരിയല്ല. 2ാമത് പറയുന്നത് പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയിൽ ഉൾപ്പെട്ടതാണെന്നാണ്. പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയിൽ ഉൾപ്പെട്ടതും. അപ്പോൾ പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭ വേറെ ഉണ്ടെന്ന് ഉള്ള ഒരു ധ്വനി അതിനകത്തില്ലേ? തന്നെയുമല്ല, പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയിൽ ഉൾപ്പെട്ടതെന്ന് പറയുമ്പോൾ കിഴക്കിൻ്റെ മാത്രം. അപ്പോൾ പാശ്ചാത്യമുണ്ട്, തെക്കുണ്ട്, വടക്കൊക്കെ ഉണ്ട് ഈ സഭയുടെ ഭാഗം എന്ന് വേണം വിചാരിക്കാൻ. അപ്പം പൗരസ്ത്യ സഭയിൽ ഉൾപ്പെട്ടെന്ന് പറഞ്ഞാൽ പൗരസ്ത്യ സഭയാകുമ്പോൾ ആ പൗരസ്ത്യത്തിന് മുകളിലായൊരു ഹൈറാർക്കിയില്ലേ? സംശയമില്ല. വലിയ ബുദ്ധിമാന്മാരാണ് അത് എഴുതിയുണ്ടാക്കിയത്. അതൊക്കെ ശരിയാണ്. പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയിൽ ഉൾപ്പെട്ടത്. ഇപ്പം പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭ എന്ന് പറയുമ്പോൾ പടിഞ്ഞാറും തെക്കും വടക്കും ഈ സഭയുടെ ഭാഗങ്ങളുണ്ടെന്നും അതിൻ്റെ എല്ലാ തലവൻ 1ാം പ്രഖ്യാപനത്തിൽ പറയുന്ന പോലെ അന്ത്യോക്യ പാത്രിയർക്കീസുമാകുന്നു എന്ന് തന്നെ അതിനകത്ത് അർത്ഥം വരുന്നുണ്ട്. ഓർത്തഡോക്സ് സഭയുടെ പ്രധാന മേലധ്യക്ഷൻ കാതോലിക്കയുമാകുന്നു. അതും പറയാൻ പറ്റില്ല. പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് ഒരു ഹൈറാർക്കി മുകളിലുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലെ ഈ പൗരസ്ത്യ കാതോലിക്ക വരികയുള്ളൂ. അതാണ് അതിൻ്റെ രീതി. ലോജിക്കലായിട്ട് അങ്ങനെ വരുന്നത്. അപ്പം അത് വലിയ വിഘാതമാണ് ഈ സമാധാന ചർച്ചയ്ക്ക്. ഈ വിഷയം വരുമ്പോൾ ഇവർ ഞാൻ പറയുന്നൊന്നും അവർ അംഗീകരിക്കില്ല. അപ്പോൾ അത് വലിയൊരു തടസ്സമായിട്ട് നമ്മുടെ സഭ ഉന്നയിക്കും. പിന്നെ വേറെ ഒരു തടസ്സമായിട്ട് വരുന്നത് മാർത്തോമാ ശ്ലീഹായിൽ സ്ഥാപിക്കപ്പെട്ട സഭയാണെങ്കിൽ പിന്നെ എന്തിനാ കാതോലിക്കാന്ന് പറയണേ?
ഒരു സ്വതന്ത്ര സഭയാണെന്ന് നിങ്ങൾ പറയുകയും ചെയ്തു. പിന്നെ അത് പാത്രിയാർക്കീസൊന്നും പോപ്പൊന്നും നോക്കാൻ പാടില്ലേ? അതായി കിട്ടൂല. കാതോലിക്ക തന്നെ പറയണം. അതിന് പരിശുദ്ധ എന്ന നാമം കൊടുത്തോടൊന്നും കാര്യമില്ല. പരിശുദ്ധ എന്ന നാമം കൊടുക്കാൻ കാരണം തോമാസ് ശ്ലീഹായ്ക്ക് ഇവിടെ ഒരു സിംഹാസനമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് എന്നവർ പറയുന്നു. അങ്ങനെ ഒരു സിംഹാസനമുള്ളതായി ഇതേവരാരും പറഞ്ഞു കേട്ടിട്ടില്ല. പത്രോസ് ശ്ലീഹായ്ക്കല്ലാതെ വേറെ സിംഹാസനമില്ല. നമ്മുടെ വിശ്വാസം അതാണ്. നിഖ്യാ സിനോദോസിലെ 325 കൂടിയപ്പോൾ 318 പിതാക്കന്മാർ അംഗവൈകല്യമുള്ളവരായിരുന്നു. അവരൊക്കെ സഭയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ട ത്യാഗം സഹിച്ചവർ. പത്രോസ് ശ്ലീഹ അല്ലാതെ വേറെ ഒരു ശ്ലീഹായ്ക്ക് സിംഹാസനം ഉണ്ടെങ്കിൽ അതവർ സൂചിപ്പിക്കില്ലേ? പറഞ്ഞിട്ടില്ല. ഒരു മെത്രാപ്പൊലീത്തായെ പോലും വാഴിക്കാത്ത തോമാസ് ശ്ലീഹായ്ക്ക് എങ്ങനെ സിംഹാസനം ഉണ്ടാകണം? മെത്രാപ്പൊലീത്തായെ വാഴിക്കാത്ത അദ്ദേഹത്തിന് അറിയാം അതിൻ്റെ അധികാരം പത്രോസിനാണെന്ന്. അതുകൊണ്ട് അദ്ദേഹം വാഴിക്കാതിരുന്നത്. ഇപ്പം പത്രോസിൻ്റെ സിംഹാസനവുമായി അന്ത്യോക്യ സിംഹാസനവുമായി കണക്റ്റഡ് അല്ലെങ്കിൽ ഈ പൗരസ്ത്യ കാതോലിക്കയ്ക്ക് യാതൊരു ബന്ധവും നിഖ്യാ സിനോദോസുമായിട്ടില്ല. ആ നിഖ്യാ സിനോദോസിൻ്റെ തീരുമാനങ്ങളെ ത്യജിക്കുന്ന ഇവർക്ക് വിശ്വാസ പ്രമാണം ചൊല്ലുവാൻ പോലുള്ള അധികാരമില്ല. അവിടെ പറയുന്ന ഏകസഭ സിറിയക്ക് ഓർത്തഡോക്സ് സഭ, കോപ്റ്റിക് ഓർത്തഡോക്സ് സഭ, അർമീനിയൻ ഓർത്തഡോക്സ് സഭ, ഈ 3 സഭകളും കൂടുന്ന സഭയാണ് ഏകസഭ. ഈ 3 സഭകളും അന്ത്യോക്യ പത്രീസുമായിട്ട് കണക്ഷനുള്ളവരാണ്. പിന്നെ റോമാ സഭയുണ്ട്, കുസ്തന്തീനോപ്പോലീസ് സഭയുണ്ട്. അവരും ഈ പത്രോസിൻ്റെ സിംഹാസനത്തോട് കണക്ട് ചെയ്യുന്നവരാണ്, അന്ത്യോക്യ പത്രീസിനോട് അല്ലെങ്കിൽ. അതുകൊണ്ടാണ് അവരൊക്കെ അപ്പോസ്തോലിക സഭ എന്ന് പറയുന്നത്. ഇവർ പറയുമ്പോഴും ഇവർ അപ്പോസ്തോലിക സഭയല്ല, ഒരിക്കലും അതിനകത്ത് ഉൾപ്പെടുത്താൻ സാധ്യവുമല്ല. തന്മൂലം അവർ ഓറിയൻ്റൽ ഓർത്തഡോക്സും അല്ല. ഇതൊക്കെ ഒരു വിഘാതങ്ങളായിട്ട് വരുന്നതാണ്. പിന്നെ ഞങ്ങൾ അംഗീകരിക്കാത്തൊരു പാത്രിയാർക്കീസിന് അല്ലെങ്കിൽ ഞങ്ങളുടെ അനുവാദം കൂടാതെ ഞങ്ങളുടെ കാതോലിക്കായുടെ ആ സാന്നിധ്യം ആ പാത്രിയാർക്കീസിനെ തിരഞ്ഞെടുക്കുന്ന സിനോദോസിൽ ലഭിച്ചില്ലെങ്കിൽ ഞങ്ങൾ ആ പാത്രിയാർക്കീസിനെ അംഗീകരിക്കില്ലെന്നുള്ളത്. പക്ഷേ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി എന്ന് പറഞ്ഞു, ഇതേവരെയുള്ള എല്ലാ പാത്രിയാർക്കീസന്മാരും നിയമാനുസൃതമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഇപ്പോഴത്തെ പാത്രിയാർക്കീസ് ഉൾപ്പെടെ. ഇങ്ങനെ ഇവർ അംഗീകരിക്കാത്ത പാത്രിയാർക്കീസിനെ 1964 കൊണ്ടുവന്ന് ഇവിടെ അവഗൻ കാതോലിക്ക വാഴിച്ചതിന്. അപ്പോൾ എല്ലാം പരസ്പര വിരുദ്ധമായിട്ടാണ് വരുന്നത്. ഇതൊക്കെ വലിയ വിഷയങ്ങളായിട്ട് വരുന്നതാണ്. ഞാൻ ദീർഘമായിട്ട് പോകുന്നില്ല. അങ്ങനെ പല വിഷയങ്ങളുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഇടപെടുന്ന വളരെ സന്തോഷമാണ്. ശേഷം കാതോലിക്ക ബാബ ജനോത്സവം പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്, സ്വാഗതം ചെയ്തിട്ടുള്ളതാണ്. അവരുടെ മീഡിയ സെൽ ചെയർമാൻ യോഹന്നാൻ ദിയസ്കോറോസ് തിരുമേനിയെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞില്ല. അവർ സ്വാഗതം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിയമമന്ത്രി കൂടിയാണ്. അദ്ദേഹം അഡ്വക്കേറ്റാണ്. അദ്ദേഹത്തിന് കാര്യങ്ങളറിയാം. 95 2017 വിധിയെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു പരിഹാരത്തിന് ഞങ്ങൾ എപ്പോഴും തയ്യാറാണ്. അപ്പോഴും 2026 മാർച്ച് 24 വിധിയെ പറ്റി അവരൊന്നും പറയുന്നില്ല കേട്ടോ. അത് പറയണം. അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്ത് ആരെങ്കിലും ഒരു അപേക്ഷ കൊടുത്താൽ അദ്ദേഹം അത് ശരിക്ക് സ്റ്റഡി ചെയ്യും, പഠിക്കും. അദ്ദേഹം പറയും
ഞാനിതൊന്ന് പഠിക്കട്ടെ, എന്നിട്ട് അഭിപ്രായം പറയാമെന്ന് പറയും. പഠിച്ചിട്ട് അത് ജെനുവിനാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടാൽ യാതൊരു സ്വാധീനത്തിനോ സമ്മർദ്ദത്തിനോ അദ്ദേഹം വഴങ്ങില്ല. അത് എനിക്കെന്നല്ല പലർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ സഭയിൽ ജെനുവിനാണോ, അത് അവർ പറയുന്ന അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ സത്യം അവരുടെ ഭാഗത്താണ്, പരമ്പരാഗതമായിട്ടുള്ള പാരമ്പര്യമുള്ള സഭ ഏതാണ് എന്നൊക്കെ അദ്ദേഹം പഠിച്ച് തീരുമാനിച്ച് ഒരു രണ്ട് സഭയ്ക്കും അദ്ദേഹം പറഞ്ഞ മാതിരി അഭിമാനത്തിന് കേടുവരാത്ത രീതിയിൽ ഒരു തീരുമാനം ഉണ്ടാക്കുമെന്ന് തന്നെ നമുക്ക് ഉറപ്പായിട്ട് വിശ്വസിക്കാം. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്ത് ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.